ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് സോറി ഇന്നത്തെ വീഡിയോ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഇപ്പം ഇലക്ഷനാണ്. എന്നാണ് വോട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകണം. ഞാനല്ല കേട്ടോ, ഞാനാണ് പോകണം. അപ്പം ഞാനിന്ന് ഹോമിൽ പോയി ഞാൻ കൂട്ടാൻ പോയി. എല്ലാ സാധനമൊക്കെ എടുത്താണ്ട് മൈക്ക് എടുത്തു, ഇതെടുത്തു, ഇതൊക്കെ ഞാൻ എടുത്തു. പക്ഷെ ഒരു കാര്യം മാത്രമേ മറന്നു. പക്ഷെ എന്നോട് പറഞ്ഞില്ല കേട്ടോ എടുക്കാൻ. ഇതൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ ഞാൻ എടുത്തത്. പക്ഷെ BRP വേണമെന്ന് എനിക്ക് അറിയില്ല. ഇത് വോട്ട് ചെയ്യാലെ പോൾ കാർഡ്, നമ്മുടെ നാട്ടിലെ സ്ലിപ്പൊക്കെ പോലെ. ഈ സ്ലിപ്പ് വേണം നിർബന്ധമല്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇതിനകത്തുള്ളത് നമ്മൾ എവിടെയാണ് പോയി വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ വോട്ട് ചെയ്യാൻ എന്താണ്ട് ഒരു ഫോട്ടോ ID വേണം. പിന്നെ BRP അതാണ് ഫോട്ടോ ID. എനിക്കറിയില്ല. ഇതിനകത്ത് ഞങ്ങളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ സമയം എത്രയായി? 8:20 ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോണത്. വോട്ടിങ് 10 മണി വരെയൊക്കെ ഉണ്ട്. അറിയില്ല, എന്തായാലും പോയി നോക്കട്ടോ. ഞങ്ങൾ എന്താണെന്നൊരു ഐഡിയ അല്ല. അവിടെ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെ വോട്ട് ചെയ്യണ കാണാൻ പോണേ. എനിക്ക് അവിടെ പോയി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോട്ടെ. ആദ്യം ഞങ്ങൾക്ക് BRP ഫോട്ടോ ID മറന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ പോയി വീട്ടിൽ പോയിട്ട് BRP എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ID എടുത്തിട്ട് പോരാം. ബൈ. അപ്പോൾ ഞങ്ങൾ BRP എടുക്കും. BRPയുടെ അപ്പം നമ്മൾ പോവാണ്. എവിടെ പോണ്? ആർക്കോ വോട്ട് ചെയ്യാൻ പോവാണ്, അറിയില്ല. ഞങ്ങളവിടുത്തെ ലൈറ്റാണ്. ഇവിടെ നല്ല ലൈറ്റാണ്. നമുക്ക് ഇവിടുന്ന് മാത്രം എടുത്താലും. നമ്മൾ പോവടെ. റെക്കോർഡിംഗ് ആണോ? ബൈ. റെക്കോർഡിംഗ് ആണോ? അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട്. പിന്നെ ഞങ്ങളുണ്ട്. ഇവിടെ ഞാൻ ഫോട്ടോ എടുത്താണ്. അവിടുന്ന് എടുത്തിട്ടുണ്ട്. ആ പിങ്കിൻ്റെ ബൈക്കാണോ? ഞാൻ ആ സൗണ്ട് കാരണം വിചാരിച്ചു. ആ സൗണ്ട് കേൾക്കും ഇതില്. പിന്നെ അതെങ്ങനെ പോയ ബൈക്കിന് സൗണ്ട് അല്ല കേട്ടാൽ എനിക്ക് കിൻഡർ ജോയ്, കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കേട്ടില്ലെങ്കിൽ കിൻഡർ ജോയ്, കേട്ടാ എനിക്ക് കിൻഡർ ജോയ്. അപ്പം ഉറപ്പല്ലേ? ശരി, ആ ഭാഗത്തെ വോയിസ് ഞാൻ കട്ടാക്കാം. എപ്പോഴോ നമ്മളെ വീട്ടിൽ നിന്ന് എത്ര മിനിറ്റ് എടുക്കാണ്ട് അറിയില്ല, നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഹോം വരെ വന്നു. കേൾക്കണം, എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കേൾക്കണം. 15 മിനിറ്റ് കടന്ന് ഹോം വരെ വന്നിട്ട് 15 മിനിറ്റ് തിരിച്ചു കടന്ന് വീട്ടിൽ പോയിട്ട് ഇതെടുത്ത് ഞങ്ങളിപ്പം വോട്ട് ചെയ്യാൻ പോകണം. വോട്ട് ചെയ്യാൻ പോകുമ്പോഴുള്ള രസം എന്താ വെച്ചാൽ ആർക്കാ വോട്ട് ചെയ്യണം അറിയില്ല. വെറുതെ പോയി വോട്ട് ചെയ്യാം. അവിടുത്തെ വോട്ടിങ് നല്ല വിറ്റാട്ടോ. അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. കോമഡിയാണ്. അതായത് ഇവിടുത്തെ ആൾക്കാർ കുറച്ച് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അവിടെ ചെന്ന് നോക്കട്ടെ എന്താ അവസ്ഥ. അതന്നെയാണോന്ന് അറിയില്ലല്ലോ. ഇതിന് മുമ്പ് വോട്ട് ചെയ്തിടോ? അപ്പൊ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ഏറ്റവും രസം എന്താ വെച്ചാല് നാട്ടില് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ റോഡ് സൈഡ് ആൾക്കാരും ഇവിടെ വോട്ട് ആരും അറിയില്ല. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും ഉണ്ടാവും. ഇൻസ്റ്റയിലുണ്ടാവും, സ്പോട്ടിഫൈയിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ബാനർ തൂക്കിയിടാ, മറ്റേ വിളിച്ച് മൈക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഒരൊച്ച ഒന്നുമില്ല. അതല്ല ഇവിടെ ഒരാളെ മറ്റേ പോസ്റ്ററോ അല്ലെങ്കിൽ കട്ടൗട്ടോ ആരാ വോട്ട് ചെയ്യണോ വരെ അറിയില്ല. ആരൊക്കെ ഇവിടെ ഇല്ലേ? കുറച്ച് ആൾക്കാരുണ്ട്. ബെക്കി കൂപ്പർ ആരാണ് നമ്മളെ പുറത്തുനിന്നുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ? ഈ വർക്കിന്റെയും വിസന്റെയും ഒക്കെ സപ്പോർട്ട് ചെയ്യണ ആരാ? അത് ബെക്കി കൂപ്പർ. അതെ, നമ്മള് ബെക്കിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് പറയാൻ പാടില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ എല്ലാരും മറന്നോളെ. ഞങ്ങളത് പറയില്ല, രഹസ്യമാണ്. ആ രഹസ്യം എന്താ? എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു പോട്ടെ. ഇതടി എന്താ ഗുരുവായൂർ അമ്പലനടയിൽ മൂവി കണ്ടു, പറയാൻ മറന്നു. എന്നിട്ടോ രസമുണ്ട്, കോമഡി ഒക്കെ ഉണ്ട്. പക്ഷെ
ഇടയിൽ കൂടെ എന്തൊക്കെ അല്ലേ രസമൊക്കെ ഉണ്ടേനു. ഇതാണ് ഞാൻ ഹീലിട്ടില്ല ഈ പ്രശ്നം. ഇങ്ങനെ പിടിച്ചേണ്ടി വരും. ശരിയല്ലേ റെഡിയല്ലേ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതിന് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ പോയി ഇറങ്ങാൻ നേരം വൈകി. കുറച്ചിട്ടോ ഒത്തിരി നേരം വൈകി. പള്ളി കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങണ സെമിത്തേരി. ഇതായത് ക്രിസ്ത്യൻ പള്ളി കേട്ടോ. അവിടെ സെമിത്തേരി കേട്ടോ. പ്രേതം വരും, പ്രേതം. ഇവിടെ എവിടെയാണ് വോട്ട് ചെയ്യേണ്ട സ്ഥലം? അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ ഫോൺ തുറക്കാം. എവിടെയാണ്? മ്യൂസിയത്തിൻ്റെ അവിടെ എവിടെയാണ്? അതെ, മ്യൂസിയത്താനായോ? മ്യൂസിയത്തി എവിടെ? മ്യൂസിയല്ല, ലൈബ്രറി എത്തി. ലൈബ്രറി ലൈബ്രറി നല്ല രസമാണ്. ഞാൻ ഒരിട്ടം പോയി. വാൾപേപ്പർ ഞാൻ തന്നിട്ടില്ലല്ലോ. അയ്യേ, എന്റെ വാൾപേപ്പർ അടിപൊളിയാണ്. കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ആരും കാണൂല. റിച്ച്മോണ്ട് റൂം. ഓക്കെ, കിട്ടി. 5 കിലോ അടക്കണ്ടോ ഇനി ഇവിടുന്ന്? ഓക്കെ, നമുക്ക് കിലോ അടക്കാം. ഇപ്പോൾ എത്ര ഉണ്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല. നമ്മളെന്തെങ്കിലും കാണുന്നുണ്ടോ ഇതിനകത്ത്? ലൈറ്റ് കുറവാകുമ്പോ ലൈറ്റ് വരുന്നുണ്ടോ? രാത്രി ആകുമ്പോൾ ഒരു ലൈറ്റ് ഇല്ലേ, അതുണ്ട്. അത് ഒന്നുകൂടി ലൈറ്റ് പോകണം. അപ്പോൾ കൈ പിടിച്ചിട്ട് വേന എടുക്കില്ല. കുറച്ച് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ലൈബ്രറി. ബസ് വന്നു, നമ്മൾ കയറി പോവാണ്. എന്നിട്ട് അതെ 2 ദിവസം വന്നല്ലോ. നമുക്ക് ഇവിടുത്തെ രാത്രിയിലെ വ്യൂ കാണിച്ചു കൊടുക്കാം. നല്ല രസമല്ലേ? ചിലയിടത്തൊക്കെ ലൈറ്റുള്ള ഇവിടെ എത്ര രസമൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ ഫോണിൽ കാണാൻ നല്ല രസമല്ലേ? കാണാറുണ്ടല്ലേ? അതാ പറഞ്ഞേ, രാത്രിയിലെ വ്യൂ കാണിച്ചു കൊടുക്കാം. 10 മണി വരെ വോട്ടുണ്ട്. നമുക്ക് കറക്റ്റ് 10 മണിക്ക് വോട്ട് ചെയ്താലോ? സമയം എപ്പോഴാ കാണണ്ടോ? 9 മണി. എത്ര മണി? 9 മണി. 8:15 ഐസ്ക്രീം കട. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇവിടെ എന്തൊക്കെയല്ലേ? ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ലോ. പ്രൈഡിന്റെ വെള്ളക്കുപ്പി. കുപ്പിയോ? മാപ്പ് നോക്കിയാ അവിടത്തെ നോക്കാം. വാൾപേപ്പർ കണ്ടു തോന്നുന്നു. നമ്മളിപ്പോൾ ഇവിടെയാണോ? ഇതാണ് ലൊക്കേഷൻ. അവിടെ നോക്ക്, പൂ വെച്ചിട്ട്. ഇവിടെ വന്നിട്ട് കുറച്ചായില്ലേ? അവിടെ പൂ വെച്ച രസമുണ്ടല്ലോ. ഓർമ്മയില്ല, ഞാൻ അവിടെ നിന്നാണ് മറ്റേ മഴവില്ലിന്റെ വീഡിയോ എടുത്തേ. എനിക്ക് നാട്ടിലുള്ള പോയി വെട്ടുന്നതിന്. അതെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റോറി ഇട്ട്. ഇവിടെയാണ് പോളിംഗ് ബൂത്ത്. ഇവിടുത്തെ പോളിംഗ് ബൂത്ത് എന്തായാലും ഇങ്ങനെ ക്യൂ ഒന്നുമില്ലല്ലോ, ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും അതിനുള്ളിൽ കയറാം. പേര് ജി അബക്കി. അപ്പൊ ബൈ. പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നിൽക്കും. ഓക്കെ, നമ്മളിവിടെ നിന്നിട്ട് അവിടെ പട്ടീനെ കൂടെ കൊണ്ടുവരും. അപ്പോൾ പട്ടിനെ ഒതുക്കാൻ പറ്റുമോ അറിയില്ല. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതാ ഗൈസ്, ഇവിടെ പള്ളീൻ്റെ മണ്ണെടുക്കുന്നുണ്ട്. കേക്കൊന്നും അറിയില്ല കേട്ടോ. കേക്കൊന്നും അറിയില്ല, നല്ല വെറുതെ വീഡിയോ എടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടെങ്കിൽ ഇത് വീഡിയോയിൽ ഇടാം. ഒന്നുകൂടെ എത്ര മണിയാണോ? എന്തിനാവോ മണി അടക്കണേ? ചിലപ്പോൾ ആർക്കാളും മരിച്ചിട്ടാണാവോ അറിയില്ല. സ്കൂളിലൊക്കെ ആയപ്പോൾ അങ്ങനെയേനി, പള്ളിയിൽ മണി അടിച്ചിനി. കാശ് വരുന്നുണ്ട്. ടട ഇയാളല്ല. ചെയ്താ എൻ്റെ ഓഡിയോ കണക്റ്റഡ് അല്ല. എങ്ങനെയായിരുന്നു? നല്ല രസം. അതെ, കാര്യം പറ. എങ്ങനെയാ ചെന്നപ്പോ? എങ്ങനെയാ
വാ എന്നെ എടുക്കാം, നമുക്ക് ഇതിലെടുക്കാം. ഞാൻ ഇത് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നമ്മളിങ്ങനെ ക്യൂ നിന്നില്ലേ, ക്യൂ നിന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ ഇരിക്കണേ, ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ കസേര ഇട്ടിട്ടേ, കസേര ഇട്ടിട്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് ഇരിക്കില്ല, ആരെങ്കിലും ഇൻസൈഡൊക്കെ ചെയ്ത് നമ്മളെ സാറന്മാർ, ഇങ്ങനെ വില്ലേജ് ഓഫീസർമാരൊക്കെ അല്ലേ എനിക്ക് നമ്മളെപ്പോലുള്ള ചെറിയ കുട്ടികളല്ല, അല്ല നമ്മളെപ്പോലുള്ള കുട്ടികളല്ല, അങ്ങനത്തെ കളല്ലേ, അങ്ങനത്തെ ആൾക്കാര്. എന്നിട്ട് വാ ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഇരുന്നാലോ, ഇരുന്നിട്ട് പറയാം. വാ ലൈറ്റാ കേട്ടോ. ഇതാണ് അസംബ്ലി ഹാൾ കേട്ടോ. അസംബ്ലി ഹാൾ ഇൻസൈഡൊക്കെ ചെയ്തുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ സാർ സാർ എന്നൊക്കെ വിളിക്കണം. പോലീസുകാരൊക്കെ ഉണ്ടാവും, പോലീസുകാരെ ക്യൂ ഒക്കെ നോക്കാൻ അങ്ങനെ. പോലീസൊന്നുമില്ല, ആകെ പുറത്തിരിക്കണ ഒരു പട്ടി, ഒരു പെണ്ണും. അത് പാർട്ടിന്റെ ആൾക്കാരാ. നമ്മളെ നാട്ടില് പാർട്ടിന്റെ ആൾക്കാർ ടേബിളൊക്കെ ഇട്ടിരിക്കൂല, അങ്ങനെ കുറെ ആൾക്കാർ. ഓല് ലേബർ പാർട്ടിയും പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയും, അങ്ങനെ 2 പാർട്ടിയാണ് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ അതിന്റെ രണ്ടാള് വേറെ പാർട്ടിന്റെ ആൾക്കാരാ. അപ്പുറത്തേക്ക് 2 ആൾക്കാർ ഒരു പാർട്ടി, ഇപ്പുറത്തേക്ക് ആൾക്കാർ വേറെ പാർട്ടി. ഇത് കയറി പോകുമ്പോൾ പറയണമൊന്നുമില്ല, ലേബറിന് വോട്ട് അതൊന്നും പറയണമൊന്നുമില്ല. അത് ഓക്കെ ശരി, ഹാവ് എ ഗുഡ് ഡേ, ഇത്ര വേണമല്ലോ. ഇല്ലല്ലേ. എന്നിട്ടേ ചെന്നപ്പോ തന്നെ ക്യൂ ഉണ്ട്. ക്യൂവില് കുറച്ച് വിചാരിച്ചു നാടത്തെ പോലെ തന്നെ ആയിരിക്കും, കുറെ ക്യൂ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്ന് വെച്ചാല് നമ്മളെ പോലെ 2 ടേബിൾ ഉണ്ട്, ഈ സൈഡ് ടേബിൾ, ഇപ്പുറ സൈഡ് ടേബിൾ. അപ്പം നമ്മളെ അഡ്രസ്സ് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെയാണ് പോകേണ്ടത്, അത്ര നാടത്തെ പോലെ തന്നെ. എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് കയറി കുറച്ച് നേരം ഞാൻ അറിയാതെ അവിടെ നിന്നിട്ടോ, മണ്ടരം പോലെ മറ്റേ ക്യൂവിൽ നിന്നു. അപ്പോൾ മറ്റേ പെണ്ണ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അടുത്ത്, ഈ ക്യൂവിൽ തന്നെയാണോ അവിടെ ആണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, പലയിടത്തൊന്നും ചോദിക്കണ്ടത്. ഞാൻ പറഞ്ഞു അറിയില്ല, കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഇപ്പുറത്തെ ക്യൂ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ 2ാമത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നോക്കുകയാണ്, മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകയാണേ. മൊത്തത്തിൽ നോക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല, ഈവൻ സെൽഫി ഒന്നും എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ചെയ്യുന്നു. അതിനകത്ത് അപ്പോൾ 9ാമത്തെ ആൾ പറഞ്ഞ എൻ്റെ അഡ്രസ്സ് പേര് കാണില്ല പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ അഡ്രസ്സ് ഏതൊരു അഡ്രസ്സ് പറഞ്ഞു. അപ്പം അതിൻ്റെ അഡ്രസ്സിൽ പേര് കാണാനല്ല, ഇവർ തപ്പുമ്പോൾ കാണാനല്ല. അപ്പം അങ്ങനെ അവരിങ്ങനെ എന്നിട്ട് ബേക്കിലുള്ള പുള്ളിക്കാരൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരൊക്കെ ഇവിടെ പേപ്പർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് സാധാ കൂളായിട്ടുണ്ട് ഒരു പേപ്പർ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിലുണ്ട്, പക്ഷേ ഈ ലിസ്റ്റിലില്ല. സോറി കേട്ടോ, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല, ഇതില്ല എന്നിട്ട് സോറി ഒക്കെ പറഞ്ഞു. ഭയങ്കര ഇവര് ഇങ്ങനെ അപ്പോളജൈസ് ചെയ്യും. എന്നിട്ട് അത് കേക്ക്. എന്നിട്ട് ഇവര് അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പേപ്പറല്ല എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പേപ്പർ കൊടുത്തപ്പോൾ എൻ്റെ അഡ്രസ്സ്, എൻ്റെ പേര് കിട്ടി, എൻ്റെ ആ ഫോട്ടോ ഐ ഡി വെച്ചു. ഓക്കെ BRP കൊടുത്തു. അത് ജസ്റ്റ് അഡ്രസ്സ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ അഡ്രസ്സ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആ പേപ്പറിലേലും കുഴപ്പമില്ല. അതിൽ എന്നിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്നത് 2 പെണ്ണുങ്ങൾ എടുത്തിരിക്കുന്നത്. നോക്കി ഫോട്ടോ നോക്കി മൊത്തം നോക്കി ഓക്കെ ശരി പറഞ്ഞു. എന്നിട്ട് ഇപ്പുറത്തിരിക്കുന്ന പെണ്ണൊരു പേപ്പർ കയറി തന്നു. ആ പേപ്പറിലെല്ലാവരും ഒരു A4 ചെറിയൊരു കഷ്ണം, അത് കുറേ ആൾക്കാരുടെ പേരുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോകേണ്ട കുറേ ഇങ്ങനെ പേപ്പർ മറ്റേ പോലെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ മറച്ച് ഫുള്ളൊന്നും വെച്ചിരിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ എന്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഇതിനകത്ത് 4 ആൾക്ക് ചുറ്റും വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പേപ്പർ ചെയ്തിട്ട് അവിടെ അല്ല ഇടുക, പേപ്പർ പോയിട്ട് അവിടെ നോക്കുമ്പോണ്ടല്ലോ കേക്ക് അല്ലിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ കയറി ചെന്നാൽ പോയി നമ്മൾ ടിക്ക് മാർക്കർ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് പെൻസില് പെൻസില്. അപ്പൊ ഞാൻ പെൻസിൽ ടിക്കിടാൻ ടിക്കല്ല ക്രോസ് ആണ് ഇടണം. അപ്പൊ ഇങ്ങനെ പെൻസിൽ പോയി ക്രോസ് ഇട്ടു. എന്നിട്ട് ഞാൻ അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ മടക്കിട്ടിടണം, നമ്മുടെ സ്കൂളിൽ ഇടണ പോലെ മടക്കിട്ടിട്ടു. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കയ്യിൽ വരക്കണില്ലേ? പെൻസിൽ. എന്നിട്ട് 4 കോളം. അത് വേറെ ആയിട്ടുണ്ട്. ബെക്കി കൂപ്പർ പേര് ഇപ്പിട്ട് ബെക്കി കൂപ്പർ കാണാല്ല, പേര് കൂപ്പർ ബെക്കി എന്നല്ലേ ഇത് എല്ലാവരും പേര് അങ്ങനല്ലേ. അതേപോലെ അഞ്ചൽ പൂളക്കച്ചാലിൽ അലവിക്കുട്ടിയെ തപ്പിട്ട് കാണില്ല. പിന്നെ പൂളക്കച്ചാലിൽ അലവിക്കുട്ടി അൻസൽ അങ്ങനെയാണ്. ഡെപ്പച്ചി കാണുന്നുണ്ടല്ലോ ഇവിടെ. ഞാൻ ഡെപ്പച്ചിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഇവളെ പേര് ഭയങ്കര രസമുണ്ട്. ഇവളെ പേര് അൻസിൽ ഫാത്തിമ ഫസ്ന എന്നാണ്. എനിക്ക് കൂട്ടിയട്ടെ
നല്ല രസട്ടോ വോട്ട് ചെയ്ത ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് വേണ്ടി ചെയ്ത് ആരാ എന്താണെന്ന് അറിയില്ല. പിന്നെ ബെക്കി കൂപ്പറിനുള്ള പേര് കേട്ടിട്ടുണ്ട്. പറഞ്ഞില്ല ആദ്യം പേപ്പറിലാണ് ഇപ്പൊ ശരിക്കും അറിയാൻ നോക്കിയാ ഇനി അത് തന്നെ ആണോന്ന്. നല്ല രസം. പക്ഷെ പെൻസില് കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കളിയായി പോയി. ഇപ്പൊ ഇന്ന് രാത്രി തന്നെ ഒരു എണ്ണുന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ ബെക്കി കൂപ്പറിന് 4. ഓക്കെ ഒരെണ്ണം ബെക്കി കൂപ്പർ ഇട്ടിട്ടുണ്ട്. മറ്റവർക്ക് എത്ര കിട്ടി അല്ലേ? സ്കൂളിലെ പോലെ അജി ജയിച്ചു. ഇത് മത്സരിച്ചിട്ടുണ്ട് എപ്പോഴും? ഇല്ല, ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂൾ ലീഡറാൻ വേണ്ടി മത്സരിച്ചു. സ്കൂൾ ലീഡർ സ്കൂൾ എൻ്റെ മറ്റേ നമ്മൾ കടവ് സ്കൂളില്ലേ, കടവ് സ്കൂളിൽ ആകെ 100 എത്ര കുട്ടികളേ ഉള്ളൂ. 110 കുട്ടികൾ അങ്ങനത്ര ഉള്ളൂ. എനിക്ക് എത്ര വോട്ട് കിട്ടി? അല്ല, സ്കൂളിൽ ആകെ 80 കുട്ടികൾ എന്തോ ഉള്ളൂ. ആകെ 80 കുട്ടികൾ എന്തോ ഉള്ളൂ. എടി 4 ക്ലാസ്സല്ലേ ഉള്ളൂ. ഓരോ ക്ലാസ്സിൽ 20 കുട്ടികൾ വെച്ച് എന്തല്ലേ ഉള്ളൂ. ക്ലാസ്സിൽ 80 കുട്ടികളിൽ 72 തൊട്ട് എനിക്ക് 8 തൊട്ടോനെ. അങ്ങനെ അന്ന് എനിക്ക് ഇത് കിട്ടി. എന്താ സ്കൂൾ ലീഡറായിട്ട് നമ്മളെന്താക്കണം, മറ്റേ ചെന്നിട്ട് അന്ന് അസംബ്ലി വിളിച്ചിട്ട് അൻസലാണ് സ്കൂൾ ലീഡർ. അൻസലിന് 72 വോട്ട് കിട്ടി. അപ്പം എല്ലാവരും കൈയടിക്കുന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച്. അടുത്തത് 4ാം ക്ലാസ്സിലോട്ടോ ഞാൻ. അപ്പോൾ അടുത്തതായി അപ്പം ഇന്നത്തെ പ്രതിജ്ഞ പറയാൻ അൻസലിനെ വിളിക്കുന്ന അവയാനെ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനും ശരിക്കും നാണം കിട്ടും. ഇതെന്താ പറയുന്നത്? ഞാൻ ആദ്യം കളിയാക്കൂലേ? ഞാൻ മറന്നുപോയി. പിന്നെ നാടിനും നാട്ടുകാർക്കും ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിന്റെ ലാസ്റ്റത്തെ സെന്റൻസ് ഇല്ലേ, എന്താ എൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രയത്നിക്കും. പിന്നെ ലാസ്റ്റത്തെ സെന്റൻസ് ഇല്ലേ, ആ സെന്റൻസ് ഞാൻ മറ്റേ സെന്റൻസിലേക്ക് ചാടിപ്പോയി, നടുത്ത് വിട്ടു. എന്നിട്ട് ഞാൻ ബബ്ബ പഠിച്ചപ്പോ പിന്നെ ടീച്ചർ കയറി എന്തോ പറഞ്ഞു, മാറ്റി നിർത്തി. അത്രയും കാലം വേറെ ആരോ ആയിരുന്നു, അത് മാറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നെ മാറ്റിയില്ല. പിന്നെ അടുത്ത ദിവസം ഞാൻ വീട്ടിൽ പോയി പഠിച്ച് അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നിട്ട് പറഞ്ഞു. പിന്നെ ആ സ്കൂൾ പിന്നെ വർഷം മൊത്തം ഞാൻ തന്നെ പറഞ്ഞു. എൻ്റെ എന്താ പറഞ്ഞണ്ട കടിച്ചിട്ടുണ്ട്. അറിയില്ല, നല്ല ചൊറിച്ചില്, എന്തോ കടിച്ചു ഗൈസ്, നല്ല നന്നായിട്ട് ചൊറിയുണ്ട്. അപ്പൊ ഞങ്ങള് വോട്ടിംഗ് കഴിഞ്ഞു. ഇവിടുത്തെ വോട്ടിംഗ് അങ്ങനെയാണ്. കൈ കാണിച്ചു കൊടുത്താ വോട്ട് ചെയ്ത ഇതിനകത്തൊന്നും ഇല്ല, കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. ഞാൻ എഴുതി വെച്ചാൽ മറക്കാതിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടോ. വോട്ടിംഗ് കഴിഞ്ഞു. ഞങ്ങള് ഇന്ന് ശരിക്കും ഞങ്ങള് വീഡിയോ എടുക്കാമെന്നും എല്ലാ തവണത്തെയും പോലെ ഞങ്ങള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചല്ല. കുറെ കണ്ടന്റ് ഉണ്ട്, ഓരോരുത്തർ അയച്ചു തരുന്നുണ്ട്. റൂം ടൂർ ചെയ്യണം, പിന്നെ മേക്കപ്പിന്റെ ട്യൂട്ടോറിയൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഒന്നും കിട്ടുന്നില്ല. അവിടേക്ക് എത്തിയിട്ടില്ല ഞങ്ങളിപ്പോഴും ഈ സംസാരിക്കാനൊക്കെ ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. നീ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക. ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്യണം, പിന്നെ ഇടണം എന്നൊക്കെ ആലോചിച്ചുമ്പോൾ ചെറിയൊരു മടി. ഒന്നാമത് വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല. പിന്നെ മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ ഒരാൾക്ക് ചെയ്യും ഞങ്ങൾ ചെയ്യും. ഇല്ലല്ല, ഞങ്ങൾ രണ്ടാളും ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെയ്യുവാണേ. ലിപ്സ്റ്റിക് ഇട്ടരാം. എൻ്റെ മുഖത്തുള്ള മേക്കപ്പ് എല്ലാവർക്കും കാണാം. എൻ്റെ ലിപ്സ്റ്റിക് ആണ് പരീക്ഷിച്ച് തരാം. ഞങ്ങൾ പുതിയ ലിപ്സ്റ്റിക് വാങ്ങിട്ടോ. പുതിയ ലിപ്സ്റ്റിക് ഇന്നലെ വാങ്ങിയതാ. മേബിലിൻ്റെ പുതിയ സെയിം ഷെയ്ഡ് തന്നെ. ആ ഷെയ്ഡ് ഇപ്പോൾ ഏതാ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്? എല്ലാവരും ചോദിക്കുന്നുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. ഒന്നുകൂടെ നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാന്ന് വെച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നും അതല്ല ഇടുക, അതാണ് എനിക്ക് കാണിച്ചു തരാൻ വലിയ പ്രശ്നം. ഇടുന്നൊക്കെ കാണിച്ചു കൊടുത്താൽ എന്നിട്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ അതിൻ്റെ അടിയിൽ അപ്പോൾ ശരി, ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വോട്ടിംഗ്, ജസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ
എല്ലാവരോടും പറഞ്ഞ പോലെ അതാണ് ഉദ്ദേശം. എല്ലാവർക്കും ബൈ ടാറ്റ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.